ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഈ കോസ്റ്റിംഗ് കണ്ടുമ്പോൾ തന്നെ അറിയാം നമ്മൾ ക്രിസ്മസിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. നമ്മളിപ്പോൾ വന്നതാണ് ബ്രോഡ്വേയിലുണ്ടോ. ബ്രോഡ്വേയിൽ നേരെ അപ്പോൾ നേരെ നമുക്ക് അതിൻ്റെ അകത്തുള്ള നക്ഷത്രങ്ങളുടെ പുൽക്കൂടിൻ്റെ എല്ലാത്തിൻ്റെ വിശേഷങ്ങൾ കാണിക്കാം. നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഈ ബ്രോഡ്വേയിൽ മാതൃ ബസാറിലാണ്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. ഇവിടെ തന്നെ കയറുമ്പോൾ തന്നെ ഇഷ്ടംപോലെ തൊപ്പികളും മുഖംമൂടികളും അങ്ങനെ വെറൈറ്റി ടൈപ്സ് ഓഫ് സാധനങ്ങളുണ്ട് കേട്ടോ. കച്ചവടം നടക്കണ ക്ലയൻറ്റിന് അതുപോലെ പല രീതിയിലും നമ്മൾ മാടി വിളിക്കേണ്ടി വരും. അങ്ങനെ കേട്ടതാണ് നമ്മുടെ ഇൻസ്റ്റയിലെ ഈ ട്രെൻഡിങ് ആയിട്ടുള്ള ഡയലോഗ് കേട്ടോ. അതുപോലെ ഈ അപ്പൂപ്പൻ്റെ ഒക്കെ തല ഉണ്ട്, നല്ല കിടുക്കനല്ലേ, എന്നാ ഭംഗിയാണ് നമുക്ക്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയണ്ടല്ലോ, നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള എല്ലാ ഐറ്റംസും കിട്ടും. അതായത് നമുക്ക് ഇവിടുന്ന് 10 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് 10 തൊട്ട് 10,000 രൂപ വരെയുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് കിട്ടും. നമ്മളൊന്ന് ഇറങ്ങി തപ്പണം എന്ന് മാത്രം. ഓരോ കടയിൽ ഓരോ റേറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഓരോ പ്രൊഡക്റ്റിൻ്റെ മേക്കിങ് ഒരു രക്ഷയില്ല കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. സ്നോമാൻ ആണെങ്കിലും നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പനാണെങ്കിലും എന്ത് ഐറ്റം ആണെങ്കിലും അവരുടെ മേക്കിങ് അസാധ്യം എന്ന് തന്നെ പറയണം. കാരണം നമ്മൾ കാണുമ്പോൾ തന്നെ ഒയ്യോ അത് അടിപൊളിയാണല്ലോ, അത് മേടിച്ചാൽ മതിയായിരുന്നു, അത് മേടിക്കണം എന്നുള്ളൊരു നമ്മുടെ മനസ്സിന് തന്നെ ഒരു തോന്നൽ വരും. അതുപോലത്തെ മേക്കിംഗ് ഉണ്ടോ, അത്രയ്ക്ക് ക്വാളിറ്റിയിലാണ് ഇത്തവണ എല്ലാ സാധനങ്ങളും. അതുപോലെ തന്നെ നമ്മൾ കണ്ട് വേറൊന്നുണ്ട് ഇവിടുത്തെ ഒരു ആൻറ്റിക് സംഭവങ്ങൾ, അതായത് ക്രിസ്മസിൻ്റെ ഒരു ആൻറ്റിക് പീസ് എന്നൊക്കെ പറയാം. അതുപോലത്തെ ഒരു കടയാണ് ഇത്. ഈ ക്രിസ്മസ് അപ്പൂപ്പനൊക്കെയുള്ള ഒരു പഴയ മോഡൽ ക്രിസ്മസ് അപ്പൂപ്പനും അങ്ങനത്തെ ഒരു ഐറ്റംസ് ഉള്ളൊരു കട. അതും അടിപൊളിയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, കസ്റ്റമേഴ്സിനെ ആകർഷിക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ. ആകർഷിച്ച് അവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും എന്തെങ്കിലും മേടിപ്പിച്ചിട്ടേ അവർ വിടുള്ളൂ. പക്ഷെ അങ്ങനെ പിടിവാശൊന്നുമില്ല കേട്ടോ. വന്ന് മേടിച്ചേ പറ്റൂ, കയറിയതല്ലേ മേടിച്ചേ പറ്റൂ, അങ്ങനെ ഒരു പിടിവാശിയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടോ മാത്രം മേടിച്ചാൽ മതി. കേട്ടോ, നമ്മുടെ പഴയ ആർഭാടമൊന്നും ഇല്ലാത്ത കുഞ്ഞു കുഞ്ഞു ട്രീകളും അതുപോലെ തന്നെ തൊപ്പികളും ഒക്കെ അങ്ങനെ ഓരോ ഏരിയകളാണ് കേട്ടോ. ഇത് നമ്മുടെ തലയിൽ വെക്കണ കിരീടം പോലെ വെക്കണം. ഇപ്പം പിള്ളേർക്കൊക്കെ വെക്കാൻ മാത്രമുള്ള അടിപൊളി സാധനങ്ങളാണ്. ഈ കരോളിനൊക്കെ പോകുമ്പോൾ വെക്കണ ഐറ്റംസാണ്. അത് കാണാമെന്ന് പറഞ്ഞാൽ നമ്മൾ 1-2 കാണണമല്ലോ, ഇത് ഇത്രയും ഇങ്ങനെ അടുപ്പിച്ച് കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ് കേട്ടോ. ഈ 2 സൈഡിലും കടയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു ലൈനായിട്ട് നടക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ ഈ ചേട്ടൻ ആ ലോഡും കൊണ്ട് പോകുന്ന അവസ്ഥ ഞാനൊന്ന് ആലോചിച്ച് പോയി. നമുക്ക് നടക്കാൻ തന്നെ കൈവീശ് നടക്കാൻ തന്നെ പറ്റില്ല. അപ്പോൾ ആ ചേട്ടൻ ആ ലോഡും കൊണ്ട് പോകുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് പോയി. അതുപോലെ തന്നെ വെറൈറ്റി ഐറ്റംസിൻ്റെ ഒരു ചാകര തന്നെയാണ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് പോകുന്തോറും നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ. ഒരു കടയിൽ കണ്ടതല്ല നമ്മൾ പിന്നെ കാണുന്നത്, അതുമാതിരി വെറൈറ്റി ഐറ്റംസാണ് കണ്ടോ. അതുപോലെ ഈ കട അപ്പൂപ്പൻ്റെ ഡ്രസ്സിന് വേണ്ടി മാത്രമുള്ള കടയാണ് കേട്ടോ. ഡ്രസ്സിനും തൊപ്പിക്കും വേണ്ടി കരോളിറങ്ങാൻ വേണ്ടിയിട്ടുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള കടയാണത്. അതൊക്കെ നിസാർ റേറ്റിനാണോ, നിസാർ റേറ്റിനാണ് സ്റ്റാർട്ടിങ് ഒക്കെ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വീടുകളിലൊക്കെ അലങ്കരിക്കാൻ വേണ്ടി ഇടുന്ന ലൈറ്റിൻ്റെ ക്യാരിക്കേച്ചറുകളാണ് മണികളും മാനുകളും ഒക്കെ ആയിട്ടുള്ള, അതും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോകണം കേട്ടോ. ഇവിടെ നക്ഷത്രങ്ങളുടെ ചാകരയാണ്. നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡ് ഫുൾ തിക്കി നിറച്ച് നക്ഷത്രങ്ങളും അതിൻ്റെ അകത്ത് ലൈറ്റ് വിട്ട് ഒരു പ്രത്യേക എഫക്റ്റാണ് അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ. എൻ്റെ പൊന്നി കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വെക്കും, കാരണം ഫുൾ കളർഫുള്ളാണ് അതിൻ്റെ അകത്ത്. ഇവിടെ കൂടുതൽ നമ്മുടെ പഴയ നക്ഷത്രങ്ങൾ തന്നെയാണ് കേട്ടോ, നമ്മുടെ പേപ്പർ കൊണ്ട് ഉണ്ടാക്കുന്ന നക്ഷത്രങ്ങളില്ലേ, അതാണ് കൂടുതലും. പക്ഷേ ഇതെല്ലാം കൂടി ശരിക്കും പറഞ്ഞാൽ ഈ ആകാശം തിങ്ങി നിറഞ്ഞ നമ്മൾ നക്ഷത്രങ്ങളല്ല, അതുപോലെയാണ് ഇവിടെ തിങ്ങി നിറഞ്ഞ് ഇങ്ങനെ കിടക്കുന്നത്. 2 സൈഡ് ഫുള്ള് നക്ഷത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് കാണാനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കാര്യം ഇത് വന്നേക്കുന്നതിൽ ഒരു 80% ആൾക്കാരും സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നേക്കണവരല്ല, ഇതുപോലെ നമ്മളെ കൂട്ട് തന്നെ വീഡിയോ എടുക്കാനും ഇത് കാണാനും ഒക്കെ ആയിട്ട് വേണ്ടി വന്നേക്കുന്നത് മാത്രമുണ്ട് ഈ തിരക്ക്. ഇത്രയും തിരക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ബ്യൂറോയിലെ തിരക്കൊന്നുമല്ല. കാരണം ഈ ഒരു ലൈൻ, അതായത് നമുക്ക് 2 പേർക്ക് നിരന്ന് നടന്നു പോകാൻ പറ്റുന്ന ലൈനിലാണെങ്കിൽ ഒരു സൈഡിൽ ലെഫ്റ്റ് സൈഡ് നമ്മൾ മുമ്പോട്ട് പോകാനും റൈറ്റ് സൈഡിൽ അവിടെ നിന്ന് തിരിച്ചു വരാനുള്ള ലൈനാണ് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. തട്ടി തന്നെ പോകാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് തിരക്കെന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. അതുപോലെ ആ കടകൾ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ലാസ്റ്റാണ് ഇത്. ലാസ്റ്റ് കടകളാണ് ഈ കാണുന്നത്. ആ വഴിയിൽ ലാസ്റ്റ് കടകളാണ്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ സാന്റാക്ലോസിൻ്റെ ഡ്രസ്സും സംഭവങ്ങളും തൊപ്പികളും കാര്യങ്ങളൊക്കെയാണ് ലാസ്റ്റായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ഡെഡ് എൻഡാണ്. ഇവിടെ നമ്മളിനി തിരിച്ച് യൂട്ടേൺ അടിക്കണം. യൂട്ടേൺ അടിച്ച് പോകുമ്പോൾ ഞാൻ ആ വീഡിയോ പിന്നെ എടുത്തിട്ടോ ഈ നക്ഷത്രം കണ്ടത്. കാരണം അത് എന്താ പറയുക, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സെറ്റപ്പാണ്. അത്രയ്ക്ക് രസമാണ് ഈ സാധനങ്ങൾ ഇങ്ങനെ ഫുൾ ലൈറ്റായിട്ട് ഇങ്ങനെ കിടക്കുന്ന കാണാൻ തന്നെ. അപ്പോൾ ഞങ്ങൾ ഒരു നക്ഷത്രമൊക്കെ ഇങ്ങനെ നോക്കിയെടുക്കാൻ വേണ്ടിയിട്ട്
പക്ഷെ ഇവിടുന്ന് കൊണ്ടുപോയി തിരക്കിൻ്റെ ഇടയ്ക്ക് നമ്മൾ നക്ഷത്രം മേടിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് വൻ ടാസ്ക് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ ഒഴിവാവേണ്ടോ, നമ്മൾ മേടിക്കാണ്ട് പോകാൻ തീരുമാനിച്ചു. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോകാനേ തോന്നല്ല, അത്രയ്ക്ക് രസമാണ് ഈ നക്ഷത്രങ്ങളുടെ ഇടയ്ക്ക് നിൽക്കാൻ. നമ്മൾ ചെന്നപ്പോൾ ഏകദേശം ഒരു 8 മണി 8:30 ആയിരുന്നു കേട്ടോ. നമുക്ക് പാർക്കിംഗ് ഒന്നും കിട്ടാത്തതാണ്, കുറച്ച് ദൂരെയാണ് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നത് തന്നെ. പക്ഷെ എന്നാലും ഇതിങ്ങനെ ടൈം പോകുന്തോറും ആൾക്കാർ ഇതിൻ്റെ അകത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയല്ലാതെ ഇതിൻ്റെ അകത്ത് നിന്ന് ആൾക്കാർ കുറയണില്ല കേട്ടോ. ഇതിങ്ങനെ കുറേ വീഡിയോസൊക്കെ വൈറലായിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് കാണാൻ വേണ്ടി തന്നെ ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടിയിലേക്കാണ് ഉണ്ടാവും. നിങ്ങൾ വീട് അലങ്കരിച്ച് തുടങ്ങിയവരാണെങ്കിൽ, അതല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഐറ്റംസ് ക്രിസ്മസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരെ ബ്രോഡ്വേയിലേക്ക് പോരെ, ഒന്നും നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ക്രിസ്മസിന് വേണ്ടി A to Z സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും, അതും അത്രയും വിലക്കുറവിൽ. നിങ്ങൾക്ക് ക്രിസ്മസിന് എന്ത് ഐറ്റമാണ് വേണ്ടത്? ഇലക്ട്രിക് ഐറ്റം വേണോ അതോ സാധാ ഐറ്റംസ് വേണോ? എന്ത് ഐറ്റംസ് ആണെങ്കിലും ഇവിടെ ഇഷ്ടംപോലെ കടകളാണ് കേട്ടോ, ധൈര്യമായിട്ട് പോരെ. അതുപോലെ ഞാൻ കണ്ട വേറൊരു ഡെക്കോർ, അതായത് അവർ അവിടെ അലങ്കരിച്ചെങ്ങനെയാണ് അത് കൊടുക്കാനുള്ളതാണെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല കേട്ടോ. സ്ട്രോയും കൊണ്ട് ഉണ്ടാക്കിയ നക്ഷത്രങ്ങളാണ് കാണുന്നത്. ആ സ്ട്രോവിനുള്ള നക്ഷത്രങ്ങൾ ആ മഞ്ഞ ലൈറ്റ് കൂടി വന്നു കഴിഞ്ഞപ്പോഴല്ലോ സംഭവം കിട്ടുമായിരുന്നു. അതുപോലെ ഒരു വെറൈറ്റി അപ്പൂപ്പനെ കണ്ടോ, നല്ല ഗോൾഡൻ ഡ്രസ്സൊക്കെ ഇട്ട്. അങ്ങനെ വലിയ അപ്പൂപ്പന്മാരെ കണ്ടിങ്ങനെ വന്നു കഴിക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞ് അപ്പൂപ്പന് ഇവിടുന്ന് ഡാൻസ് കളിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഇരിക്കുന്ന അപ്പൂപ്പന്മാരെല്ലാവരും ഡാൻസ് കളിക്കുന്നവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഓർണ്ണാണ് ഓണാക്കാൻ പറ്റുള്ളൂ, ഓർണത്തിനാണ് ഒരു ബാറ്ററി ഇട്ട് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇതൊരു പടക്കം പൊട്ടിക്കുന്ന സാധനം, ഇലക്ട്രിക് പടക്കം. അതിനെന്തോ ഞാൻ റേറ്റ് ചോദിച്ചപ്പോൾ 2500 ഐറ്റം എത്രയും കണ്ടാണ് പറഞ്ഞത്. സാധനത്തിന് നല്ല സൗണ്ടൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും നമ്മുടെ നാച്ചുറൽ പടക്കത്തിൻ്റെ അത്രയൊന്നും വരുമൊന്നുമില്ല. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അതുപോലെ നിങ്ങൾ ഇനിയും പുൽക്കൂട് ഉണ്ടാക്കിയിട്ടില്ലേ, ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരെ. എല്ലാ ടൈപ്പ്, അതായത് നിങ്ങൾക്ക് ഏത് സൈസ് വേണോ ആ സൈസിനുള്ള പുൽക്കൂട് സെറ്റ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ തൊപ്പിക്ക് മാത്രം ഒരു കട, അത് വലിയ കടയാണ് കേട്ടോ. എല്ലാ ടൈപ്പ് തൊപ്പികളും ഉണ്ട് ഇവിടെ. ഏത് തൊപ്പി വേണം, ഏത് ഡ്രസ്സ് വേണം, എല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ ഞാനും ഒന്നും നോക്കില്ല, ഇത്രയും തൊപ്പി ഉണ്ടപ്പോൾ ഞാനും ഇവിടെ നിന്നാണ്ട് ആ തൊപ്പിയും കണ്ണാടിയൊക്കെ മേടിച്ചേ. അതുപോലെ നിങ്ങൾ കുഞ്ഞു ഉണ്ണീശ സെറ്റാണ് നോക്കണമെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ധൈര്യമായിട്ട് പറയും, എന്തോ ഒരു ഉണ്ണീശ കുഞ്ഞുങ്ങളായിരിക്കണമെന്ന് നോക്കി. ഇത് കണ്ടോ, ചാക്കണക്കിനാണ് സാധനങ്ങൾ കൊണ്ടുവച്ചത്. തീർന്നു പോകുന്നുള്ള ഒരു ഡൗട്ടും വേണ്ട, ധൈര്യമായിട്ട് പോരട്ടോ. അതുപോലെ നമ്മളൊക്കെ വീട് അലങ്കരിക്കണേക്കാളും അടിപൊളിയായിട്ടാണ് ഇവർ കട അലങ്കരിച്ച് വെച്ചാൽ കേട്ടോ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് മേടിക്കാണ്ട് പോണത്, അത്രയ്ക്ക് സെറ്റപ്പായിട്ടാണ് ഇവർ ഓരോ കടകളും അലങ്കരിച്ച് വെച്ചേക്കുന്നത്. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വരുമ്പോൾ ക്യാഷായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊന്ന് നോക്കുക കേട്ടോ. എല്ലാ കടകളിലും ഗൂഗിൾ പേയും ഫോൺ പേ ഒന്നും ഇല്ല. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന കടയിൽ, അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ഐറ്റം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഫോൺ പേ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും കുറച്ച് പൈസ കയ്യിലെടുത്തിട്ട് വരണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ പണി പാളിന്ന് വരും. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വേറൊരു കടയിൽ ചെന്നുമ്പോൾ അത് വേറെ വെറൈറ്റീസ് ആയിരിക്കും, നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം ആയിരിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കുറച്ച് പൈസ കയ്യിൽ കരുതിക്കോട്ടോ, അതായിരിക്കും ബെറ്റർ. കണ്ടോ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലൈനായിട്ടാണ് ഇവിടെ പോക്കെടുക്കുള്ളൂ, അത്രയ്ക്കുള്ള സ്പേസേ ഉള്ളൂ ഇവിടെ. അപ്പോൾ 2 ലൈനായിട്ടാണ് പോകണം, ഒരു ലൈൻ അങ്ങോട്ടും ഒരു ലൈൻ ഇങ്ങോട്ടും. കുറേ ടൈം എടുക്കും നമ്മൾ ഉടൻ വരെ പോയി തിരിച്ചു വരാനൊക്കെ കേട്ടോ. പക്ഷേ എന്നാലും ആ ടൈം നമുക്ക് വേസ്റ്റ് അല്ല കേട്ടോ. കാരണം ഇത്രയും അടിപൊളി കാഴ്ചകൾ നമുക്ക് ഇതുപോലെ വർഷത്തിൽ ഒരു പ്രാവശ്യമല്ലേ കാണാൻ കിട്ടുള്ളൂ. അപ്പോൾ അത് കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും എൻജോയ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇത് തിരിച്ചു തന്നെ കഴിക്കുന്നുണ്ട് കേട്ടോ. കുറേ കുഞ്ഞു കുഞ്ഞു ട്രീകൾ നല്ല അടിപൊളിയായിട്ട് ചെറിയൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തേക്കണേ. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ഇതേ ഇവിടെ ഒരുതരം കണ്ടേ കേട്ടോ, മുഖംമൂടിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഒരുത്തരം ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഇതേ അതുപോലെ പെൺപിള്ളേർക്ക്, കുഞ്ഞു പെൺകുട്ടികൾക്ക് പറ്റിയത് റായകളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അത് സാന്റാക്ലോസ് വരുന്നുണ്ട്, സ്നോ മൂവ്മെൻറ്റ്, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ, വെറൈറ്റി ഐറ്റംസൊക്കെ വരുന്നുണ്ട് കേട്ടോ.
അങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ നൊസ്റ്റാൾജിക്കായിട്ട് ഞാൻ കണ്ടുപിടിച്ചത്. ഈ സാധനമൊന്നും ഇപ്പോൾ കിട്ടാനില്ല. ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ കണ്ടാണ്. ഈ ലൈറ്റുകൾ ഇങ്ങനെ കൂട്ടിക്കുഴച്ചിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെയാ ചേട്ടൻ എടുത്ത് കൊടുക്കും? ഞാൻ ഒരു സെക്കൻഡ് ആലോചിക്കാതില്ല. അപ്പോഴത്തേക്കും നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ. ഈ തൊപ്പി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം കേട്ടോ, അത് നല്ല അടിപൊളിയായിട്ട്. ഇത്രയും നാൾ ഞാൻ ഇങ്ങനത്തെ ഐറ്റം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സാധനം കണ്ടപ്പോൾ തന്നെ മേടിച്ചേട്ടോ. ഇനി ഇതൊന്നും പോലെ നിങ്ങൾക്ക് വെറൈറ്റി ക്യാൻഡിൽ ലൈറ്റ് വേണോ? അതും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഹായ്, അപ്പോൾ നമ്മളിത് ബ്രോഡ്വേയിൽ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ക്രിസ്മസ് അപ്പൂപ്പനെ എല്ലാവരും കണ്ടു കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി എക്സ്പ്രസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ നേർന്നുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.